അരൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PS ജോർജാണ് ഇപ്പോൾ അമൃത ന്യൂസിനൊപ്പം ചേരുന്നത്. ചേട്ടാ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്? പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? ആദ്യഘട്ട പ്രവർത്തനം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ ജനങ്ങളോട് ഒരു മറുപടി ചോദിച്ചിട്ട് പറയാൻ കഴിയാത്ത രണ്ട് പേരാണ് ഇത് സ്ഥാനാർത്ഥികളായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസവും വലിയ ജനപിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ജില്ലയിലാകത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് BJP പ്രത്യേകിച്ച്. ആ ഒരു മുന്നേറ്റം ഈ മണ്ഡലത്തിലുണ്ടോ? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏകദേശം 40,000-അടുത്തോട്ട് ശോഭാ സുരേന്ദ്രന് കിട്ടിയിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അതിൽ നിന്ന് തന്നെ ഒരു 350 വോട്ട് കൂടുതൽ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ താഴത്തേക്ക് പോയിട്ടില്ല, ഗ്രാഫ് ഉയർന്നു വരികയാണ്. ഒരു സ്ഥിരമായ വോട്ടിംഗ് പാറ്റേൺ എന്ന രൂപത്തിലേക്ക് NDAക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ നല്ല മാറ്റം ഉണ്ടാകും. പ്രധാനമായും പ്രചാരണമായിട്ട് ഉന്നയിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ. എന്താണ് മണ്ഡലത്തെ സംബന്ധിച്ച് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രചാരണ തന്ത്രം? വെള്ളം സർവത്ര, കുടിക്കാൻ തുള്ളി പോലും ഇല്ല എന്നുള്ളതാണ് അരൂർ കാലാവസ്ഥ. കുടിവെള്ളമില്ല. ഇന്നിപ്പോൾ അരൂർ പഞ്ചായത്തിൽ ഇന്നാണ് കുടിവെള്ളം വന്നു തുടങ്ങിയത്. 4 ദിവസമായിട്ടില്ലായിരുന്നു. അപ്പോൾ തുറവൂർ പഞ്ചായത്തിൽ അടുത്ത കുടിവെള്ള പൈപ്പ് പൊട്ടി. ഇനി 6 ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ. ഏകദേശം ഒരു മാസത്തിൽ 15 ദിവസത്തോളം കുടിവെള്ളം ഇല്ല. ഇപ്പോൾ ഇന്നലെ ഒരു മഴ പെയ്തു, ഒറ്റ മഴയേ പെയ്തുള്ളൂ. ആ മഴയത്ത് പല റോഡുകളും ചെറിയ ഇടവഴികളും എല്ലാം തന്നെ വെള്ളം പൊങ്ങിയിട്ട് ആൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനിപ്പോൾ നീന്തിയാണ് ഒരു വശത്തുകൂടി ഇലക്ഷൻ പറക്കിലേക്ക് പോയി. അപ്പം വെള്ളം തന്നെയാണ് പ്രശ്നം. ശുദ്ധജലം ലഭ്യമാക്കുക എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. അത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. നിലവിലുള്ള വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കുക, അത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകൾ 10 പഞ്ചായത്തിലുണ്ടാകും. അതിവിടെ നടപ്പിലാക്കാൻ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും MLA ആണെങ്കിലും ഒക്കെ തന്നെ പൂർണ്ണ പരാജയമാണ്. MP അതിനേക്കാൾ ഉപരി പരാജയമാണ്. ആകാശപാതയുടെ വേഗം ഏറെ ആവേശമുണ്ടാക്കുന്ന തരത്തിലേക്കാണ്. നരേന്ദ്രമോദിജി വന്നത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആകാശപാത വളരെ വേഗം വരുമ്പോൾ 1-2 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പങ്കെന്താണ്, വികസന നേട്ടം എന്താണ് ജനങ്ങൾ നേരിൽ അനുഭവിക്കുകയാണ്. 15 വർഷം 25 വർഷമൊക്കെ എടുത്ത പാലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യമുന്നണി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. 1/4 നൂറ്റാണ്ട് കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടും ആളുകൾക്ക് ഉപകാരപ്രദമായിട്ട് അത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ള ആശയമാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടൊരു അവസരം തരും. 5 വർഷത്തേക്ക് ഞങ്ങൾക്കൊരു അവസരം തരും. എന്നിട്ട് കൊള്ളാമെങ്കിൽ വീണ്ടും തിരഞ്ഞെടുക്കും. അതുകൊണ്ട് 2 മുന്നണിയും പൂർണ്ണ പരാജയമാണെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് നിൽക്കുന്നത്. രണ്ടുപേരും അത്തരത്തിലേക്ക് അവർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ പാർട്ടിയും കൈയൊഴിഞ്ഞ 2 രാഷ്ട്രീയ പാർട്ടികളാണ് നിൽക്കുന്നത്. കാരണം പൂർണ്ണമായ പരാജയമാണെന്ന് അവർ തന്നെ സമ്മതിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നണിയെ സംബന്ധിച്ച് 2 പേരെ മാറ്റാൻ തീരുമാനിച്ചിരുന്നവരാണ്. സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിയിട്ടുള്ളതാണ് അവർ. അതും ജനങ്ങൾക്കറിയാം, അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. ഇവിടെയുള്ള ആളുകൾക്ക്, നിലവിൽ രാഷ്ട്രീയ പാർട്ടിയിൽ പോസ്റ്റർ ഒട്ടിച്ചും വിറകീറി നിന്ന ആളുകൾക്ക് ഒരവസരം കൊടുക്കൂ. ഒറ്റ അവസരം അവർക്ക് കൊടുത്തു നോക്കുക, പ്രദേശമുള്ളവർക്ക് കൊടുത്തു നോക്കുക. അതില്ലാത്തതിൻ്റെ ഒരു പ്രതിഷേധവും എനിക്ക് വോട്ട് ചെയ്തുകൊണ്ട് പ്രതിഫലിപ്പിക്കുന്നുള്ള സംശയമില്ല. പ്രചാരണത്തിന് ഘട്ടത്തിൽ ജനങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? സാധാരണ നമ്മൾ NDA സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ ഒരു 10 വർഷം മുമ്പ് അത്ര പ്രസക്തമായിട്ടുള്ള പിന്തുണ കിട്ടില്ല. ഇപ്പോൾ വീടിനുള്ളിൽ നിന്ന് ഇറങ്ങി വരികയാണ് ആൾക്കാർ. ഇറങ്ങി വന്ന് കൈ തരുന്നു, ഇറങ്ങി വന്ന് പിന്തുണ തരുന്നു. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ആവേശത്തോടുകൂടി സ്വീകരിക്കുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് വനിതകളും യുവാക്കളും വളരെ മുന്നിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ന്യൂ ജനറേഷൻ ആൾക്കാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്ന, അരൂർ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യണം. ഇതുവരെ വികസനമെന്ന് എടുത്തു പറയാൻ ഒന്നുമില്ലാത്ത അരൂരിൽ ഇത്തവണ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യണം. അത് നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ നിന്ന് ആ വികസനം തങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പറ്റുന്ന ദൂരത്തിലേക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലേക്കൊരു കയ്യൊപ്പ് ചാർത്താൻ തീരുമാനിച്ച് നിൽക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ NDA ഭരിക്കുന്ന പഞ്ചായത്തുകൾ ആയിക്കഴിഞ്ഞു. ഇവിടെ മുമ്പ് NDAക്ക് മലയാടുന്ന ഈ ഡിവിഷൻ പഞ്ചായത്തുകൾ, എല്ലാ പഞ്ചായത്തുകളിലും NDA സ്ഥാനാർത്ഥികൾ വ്യത്യസ്തമായിട്ട് ജയിച്ചു വന്നിട്ടുണ്ട്. ബഹുഭൂരിപക്ഷത്തോടൊരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുകയാണ്. പള്ളിപ്പുറം പഞ്ചായത്ത് നമ്മൾ ഭരിക്കുന്നു. കോടതുരുത്ത് പഞ്ചായത്ത് നമ്മുടെ ഭരണം ഇപ്പോൾ ജസ്റ്റ് മിസ്സായതേ ഉള്ളൂ. അവിടെയും NDAയാണ് ഭരിച്ചിരുന്നത്. അങ്ങനെ നല്ല ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും. മണ്ഡലത്തിൽ NDAയുടെ വികസന നേട്ടങ്ങൾ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മണ്ഡലത്തിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നാണ് ജോർജ് നമ്മോട് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇരു കൈ നീട്ടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ജോർജിനെ ഈ അരൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ പ്രതീക്ഷയാണ് NDAക്ക് ഈ മണ്ഡലത്തിലുള്ളത്. അരൂരിൽ നിന്നും ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.